ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുന്നു, ശ്രദ്ധിച്ചാലും. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിക്കൽ അടുത്ത് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരെ 3 പേരെയും കൈയും കാലും കെട്ടി ഇവരെ തീച്ചുളയിലേക്ക് തള്ളിയിടാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അവർ ചെയ്ത തെറ്റെന്താ? പ്രാർത്ഥിച്ചത് കൊണ്ടാ. ആരാ പ്രാർത്ഥിച്ചത്? ദാനിയേൽ. ദാനിയേലിന് എവിടെയായിട്ടത്? സിംഹത്തിന്റെ കൂട്ടിൽ. പ്രൈസ് ദി ലോർഡ്. ഇവരെ 2 തട്ടിലേക്ക് മാറ്റിയ കാര്യം, പ്രാർത്ഥിക്കുന്നവനെ അവനെ കത്തിക്കാതെ ജീവനോടെ തിന്നുകളയുന്ന, ജീവനോടെ പച്ച മാംസത്തെ കടിച്ചു പറിക്കുന്ന ആ സിംഹത്തിന്റെ കൂട്ടിലേക്ക് അവനെ തള്ളിയിട്ടു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ കൂടെയുള്ള സഹോദരങ്ങളെ, അവരെ ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ തീച്ചൂള, കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചൂളയുടെ 7 മടങ്ങ് തീക്ക് ചൂട് കൂട്ടി അതിനകത്തേക്ക് തള്ളി. എന്നിട്ട് ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ചത്തോ കരിഞ്ഞോ എന്ന് നോക്കാൻ വാതിക്കൽ പോയി നോക്കി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. തീയിൽ നിന്ന് പുറത്തു വന്നു. നീ പുറത്തു വരേണ്ട ദിവസമായി. തീച്ചുള നിന്നെ ഒരിക്കലും ദഹിപ്പിച്ച് കളയത്തില്ല ദൈവപൈതലേ. തീക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആമേൻ. കാരണം നിന്നിൽ വ്യാപരിക്കുന്നത് തീയെക്കാളും ശക്തിയുള്ള ദൈവത്തിന്റെ അഭിഷേകമാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല. സ്തോത്രം. നിന്നെ വിളിച്ചത് ദൈവമാ. ദൈവത്തിന്റെ പ്രവൃത്തിയാ നിന്നെ വിളിച്ചത്. അങ്ങനെയെങ്കിൽ ശദ്രക്കിനെയും, മേശക്കിനെയും, അബേദ്നെഗോവിനെയും തകർത്ത് കളയാൻ ആരാണോ കൽപ്പന പുറപ്പെടുവിച്ചത് ആ അദ്ദേഹം തന്നെ വിളിക്കുക. നെബൂഖദ്നേസർ വിളിക്കുക, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ നീ കേറി വാ. ഇന്ന് പകൽക്കാലം നിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശബ്ദം നിന്റെ കുടുംബത്തിനകത്ത് നീ കേൾക്കാൻ പോയി. നിന്റെ പേര് പറഞ്ഞ് വിളിക്കുന്ന, നിന്റെ പേര് പറഞ്ഞ് ശപിച്ചവർ, നിന്നെ പേര് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയവർ, നിന്നെ പേര് പറഞ്ഞ് ദേശത്ത് നാണം കെടുത്തിയവർ, നിന്നെ പേര് പറഞ്ഞ് പഠിച്ചവർ, നിന്നെ പേര് പറഞ്ഞ് ഒതുക്കിയവർ, നിന്നെ പേര് പറഞ്ഞ് തകർത്ത് കളയാൻ നോക്കിയവർ, അവർ തന്നെ നിന്നെ പേര് പറഞ്ഞ് വിളിക്കാൻ പോകയാ. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ ഒരു തീക്കും കഴിയില്ല. ഇന്ന് പകലിൽ നിങ്ങളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി നന്ദി. ജനത്തെ ദൈവം വിടുവിക്കണം. ദൈവം അവരെ അനുഗ്രഹിക്കണം. കർത്താവിന് ശ്രേഷ്ഠകരമായ പരിപാലനം കൊണ്ട് അവരെ പൊതിയുമാറണം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സൂക്ഷിക്കണം. വാഹനങ്ങളിൽ രക്തം കൊണ്ട് മുദ്രയിടണം. അഭിഷക്തന്മാരെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ ദൈവം സൂക്ഷിക്കണം. ഞങ്ങളുടെ എല്ലാ സഭകളെയും ദൈവം അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെല്ലാവരും ദൈവം മാനിച്ചാട്ട് കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി